വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 150 മുതൽ 159 വരെയുള്ള സൂക്തങ്ങൾ. പ്രവാചകൻ സാലിഹ് തൻ്റെ ജനതയെ ഉത്ബോധിപ്പിച്ചു. നിങ്ങൾ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കണം, എന്നെ അനുസരിക്കണം. ദൈവധികാരികളുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ച് പോകരുത്. നാട്ടിൽ നാശമുണ്ടാക്കുകയും യാതൊരു സൽപ്രവൃത്തികളും ചെയ്യാത്തവരാണവർ. ആ ജനതയുടെ പ്രതികരണം ഇതായിരുന്നു: നീ ആഭിചാരം ബാധിച്ചവൻ തന്നെയാണ്. നീ ഞങ്ങളെപ്പോലുള്ള കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്. നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഒരു ദൈവിക ദൃഷ്ടാന്തം കൊണ്ടുവരിക. പ്രവചൻ സാലിഹരോട് പറഞ്ഞു, ദൈവിക ദൃഷ്ടാന്തമായി ഇതാ ഒരു ഒട്ടകം. ഒരു ദിവസത്തെ വെള്ളം അതിന് കുടിക്കാനുള്ളതാണ്. നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾക്കും കുടിക്കാം. അതിനെ ദ്രോഹിച്ചു പോകരുത്, മോശമായി സമീപിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒരു ഭയാനകമായ ദിവസത്തെ ശിക്ഷ നിങ്ങളെ ആപതിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പക്ഷെ അവർ ആ ഒട്ടകത്തെ കശാപ്പ് ചെയ്യുകയും ഒടുവിൽ നെടും ഖേദത്തിൽ അകപ്പെടുകയും ചെയ്തു. അവരിലധികവും വിശ്വാസികളായില്ല. തീർച്ചയായും നിന്റെ നാഥൻ അജയ്യനാണ്, കരുണാമയനുമാണ്. പ്രവാചകൻ സാലിഹ് തൻ്റെ ജനതയോട് ആവർത്തിച്ച് ഏകനായ ദൈവത്തെക്കുറിച്ചും അതേപോലെ പ്രവാചകനനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ നാട്ടിലുള്ള ദൈവധിക്കാരികളും അക്രമികളും അധർമ്മികളുമായ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നിൽക്കരുത്. അവർ നിങ്ങളെ നാശത്തിലേക്കാണ് വലിച്ചെടുക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നിങ്ങൾ ജീവിക്കണം. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തും ഇനി മരണാനന്തരം പരലോകത്തും സമാധാനത്തോടും അതേപോലെ തന്നെ അല്ലലും അലട്ടും ഇല്ലാത്ത ഐശ്വര്യത്തോടു കൂടിയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അന്നാട്ടുകാർ ആ പ്രവാചകനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഭ്രാന്തനാണ്, അതേപോലെ ആഭിചാരബാധിതനാണ് എന്നൊക്കെ ആരോപിച്ച് തള്ളിക്കളയുകയായിരുന്നു. എന്നിട്ടവർ പറയുന്നത്, നീ ഒരു പ്രവാചകനാണെന്നതിന് വ്യക്തമായൊരു ദൈവിക ദൃഷ്ടാന്തം കൊണ്ടുവരൂ എന്ന് അദ്ദേഹത്തോട് വെല്ലുവിളിക്കുകയും ചെയ്തു. അവരുടെ ആ വെല്ലുവിളി ദൈവം ഏറ്റെടുത്തു. ഒരു പ്രത്യേകതരം ഒട്ടകത്തെയാണ് പ്രവാചകൻ സാലിഹിന് നൽകിയത്. ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, അന്നാട്ടിലെ കുടിവെള്ളം മുഴുവനും ഒറ്റ ദിവസത്തിൽ ഈ ഒട്ടകം കുടിച്ച് തീർക്കും. ഒട്ടകം കുടിക്കുന്ന ദിവസം മറ്റൊരാളും വെള്ളം എടുക്കാൻ പാടില്ല. ഒട്ടകം കുടിക്കുന്ന ദിവസങ്ങളും അതുപോലെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള ദിവസങ്ങളുമൊക്കെ പ്രവാചകൻ അവർക്ക് നിർണയിച്ച് നൽകിയിരുന്നു. ആദ്യം അവർ അതൊക്കെ പാലിച്ചു പോന്നു. പിന്നെ ഓരോരുത്തരായി അതൊക്കെ ലംഘിച്ചു തുടങ്ങി. അവസാനം അവരിൽ ചിലർ ചേർന്ന് ആ ഒട്ടകത്തെ കശാപ്പ് ചെയ്യാനും ദൃഷ്ടരായി. പ്രവാചകൻ സാലിഹ് അവർക്ക് മുന്നറിയിപ്പ് നൽകി, 3 ദിവസം നിങ്ങൾ സുഖിച്ച് കഴിഞ്ഞുകൊള്ളുക. അതിനുശേഷം ആ 3 ദിവസത്തിന് വേണമെങ്കിൽ അവർക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം. പക്ഷേ അവരതിന് തയ്യാറായില്ല. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ആ നാടിനെ ദൈവത്തിൻ്റെ ശിക്ഷ ബാധിക്കുകയുണ്ടായി. ഖുർആനിൽ ഫുസ്സിലത്ത് എന്ന അധ്യായത്തിൽ 17 സൂക്തത്തിൽ പ്രകാരം പറയുന്നുണ്ട്, തമൂദ് സമുദായത്തിന് നാം സന്മാർഗം കാണിച്ചു കൊടുത്തു, പക്ഷെ അവർ അന്ധത നടിച്ചു. അതായത് അതിനോട് തിരിഞ്ഞു നോക്കിയില്ല എന്നർത്ഥം. അവരുടെ ആ ദുഷ്ചെയ്തികളുടെ ഫലമായിട്ട് നികൃഷ്ടവും കഠിനവുമായ ശിക്ഷ അവരിൽ ആവർത്തിച്ചു. എന്നിൽ വിശ്വസിക്കുകയും അതായത് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവഭക്തരായി ജീവിക്കുകയും ചെയ്തവരെ നാം പിന്നീട് രക്ഷപ്പെടുത്തുകയും ചെയ്തു.